അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണമേ. വബല്ലിഗ്നാ ശഹ്റ റമളാൻ. റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരികയും ചെയ്യണമേ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കേട്ടോളൂ. റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. എഴുതിച്ചോളൂ ഹദീസ്, ഭയങ്കര പുണ്യ റസൂൽ. റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി എന്ന് പുണ്യ റസൂൽ എഴുതിച്ചോട്ടെ. വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. റജബിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് വിൽക്കണം. റജബിൽ ഒരു ദിവസമെങ്കിൽ നോമ്പ് വിൽക്കണം. അഫ്ളൽ 27 നോമ്പ് തന്നെയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. റജബിൽ ഒരു ദിവസം നോമ്പ് വിൽക്കണം. റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അള്ളാഹിന്റെ മാസമാകുന്നു. അതായത് അല്ലാഹു തആല പ്രത്യേകമായി ആദരിച്ചൊരു മാസമാണ് റജബ്. റജബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റഹ്മത്ത് ചെയ്യും. ഇപ്പം പോരെ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും നല്ലത് ഭയങ്കരല്ലേ, ഭയങ്കരമാണ്. മഗ്‌രിബ് മുതൽ സുബ്ഹ് വരെ, മഗ്‌രിബ് മുതൽ സുബ്ഹ് വരെ, മഗ്‌രിബ് മുതൽ പോരെ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു റജബ് ചെയ്യുക. പോരൻ്റെ പണിയൊക്കെ ഏകദേശം തീരാനായി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്, ഒന്ന് ഒപ്പിച്ച് ആരെങ്കിലും കൊണ്ടൊരു പാർട്ടി ഓരിയൻ്റോ ആയിട്ട് ഒരു പുര ഉദ്ഘാടനം ചെയ്യില്ലേ, നല്ലതാണ്. ഏത് റജബ് ഭയങ്കര. റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്. റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാകുന്നു. ഭയങ്കരമാണ്. റജബിന് വലിയ പ്രാധാന്യമാണ്. യാ ലൈത അദ്ദത ഹൗലിൻ കുല്ലിഹി റജബു. ഒരു കൊല്ലം മൊത്തം റജബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പഴയ കാലത്ത് കവികൾ പാട്ട് പാടിയിരുന്നു. യാ ലൈത അദ്ദത ഹൗലിൻ കുല്ലിഹി റജബു. ഒരു കൊല്ലം മൊത്തം റജബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റജബിനോട് അത്ര വലിയ ബഹുമാനം. കാരണം റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാകുന്നു. അപ്പൊ എന്തൊക്കെയാ അനുഗ്രഹങ്ങൾ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ. റജബിൽ അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണമെന്ന് പറയണമെങ്കിൽ റജബിൽ എന്തൊരു പ്രധാനപ്പെട്ട ബർക്കത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പറയുമല്ലോ. മാത്രമല്ല ശഹ്റുൻ 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 അർസലല്ലാഹു ലിഇബാദിഹി തഹിയ്യത്തുസ്സലാഹ്. നിസ്കാരം എന്ന തിരുമുൽ കാഴ്ച അടിമകൾക്ക് അള്ളാഹു കൊടുത്തയച്ച മാസം റജബാണ്. ആ തിരുമുൽ കാഴ്ചയോ അഫ്ളലുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് എന്ത്? നിസ്കാരം. ആ അമൽ അള്ളാഹു തആല അബ്ദിന് കൊടുത്തയച്ച മാസമാണ് ഏത്? റജബ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ വലിയ വലുപ്പത്തിൽ എത്ര ആയിരിക്കും. അതിന് പകരം വേറെ ഒരു സമയമില്ല, അതിന് പകരം വേറെ ഇബാദത്തും ഇല്ല. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്. നന്മകൾ ചീത്തകളെ ഇല്ലാതാക്കും എന്ന ആയത്ത് നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങിയതാ. അതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ തിരുമുൽ കാഴ്ച ഉമ്മത്തിന് അള്ളാഹു കൊടുത്തയച്ചത് റജബില. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട മാസം തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അപ്പോൾ അതിലെ ആദ്യ മാസത്തിൽ ഹൈറായ കാര്യങ്ങൾ എന്തൊരാൾ കരുതി വെക്കാൻ ഒരു പീടിക കച്ചവടം തുടങ്ങുക, ഇതൊക്കെ വലിയ ഹൈറുണ്ടാവും. കാരണം ഷഹ്റുൻ റജബുൻ ശഹ്റുല്ലാഹ്, അതിൻ്റെ ഉള്ള മുഴുവൻ നമുക്കറിയില്ല. നമുക്ക് അള്ളാഹിനെ തിരിയില്ലല്ലോ. അള്ളാഹിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പൂർണ്ണമായി അറിയൂല. കാരണം നമുക്ക് ആരെ തന്നെ അറിയില്ല, അള്ളാഹ് തന്നെ അറിയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, ഹബീബ അന ആഖുദുകും ബിഹുജസികും, ഞങ്ങളെ ഊരക്ക് പിടിച്ചിട്ട് വലിച്ചിടുക പുറത്തേക്ക്, നരകത്ത് ചാടല്ലടാന്ന് പറഞ്ഞിട്ട്. വ അൻതും തഫല്ലതൂന മിൻ യദയ്യ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊതറിച്ചാടുക തീയിലേക്ക്. എൻ്റെ കയ്യിൽ കിട്ടിയ ഒരുത്തനെ നരകത്തെ ചാടാൻ ഞാൻ സമ്മതിക്കൂല. അതാണ് റസൂലുള്ളാഹിയുടെ പേര്, റഹ്മത്തുൽ ലിൽ ആലമീൻ. എന്തൊരു വാക്കാണ് പറഞ്ഞത്, മനസ്സിലായില്ല. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഊരക്ക് വലിച്ചിട്ട് പുറത്തിടുക, തീയാണ് ചാടല്ലേ പറഞ്ഞിട്ട്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കൊതറി ചാടുക, എങ്ങോട്ട്?
തീയിലേക്ക്. എൻ്റെ കയ്യിൽ ഒരാളെ പിടുത്തം കിട്ടിയാൽ ഞാൻ നരകത്തിൽ കാണാൻ നോക്കൂല. എൻ്റെ കയ്യിൽ നിന്ന് കൊതറി ചാടിയോ മാത്രമേ നരകത്തിലെത്തുള്ളൂ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആ റസൂലുള്ളാഹിനെ കയ്യപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ റഹ്മത്തുൽ ലിൽ ആലമീനെ കയ്യപ്പെടാൻ പടച്ചോൻ നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഫറൂഖിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവസാനത്തായിട്ടും റസൂലുള്ളാഹിന്റെ റഹ്മത്തിനെ പറ്റിയല്ലേ ലഖദ് ജാഅക്കും കേട്ടില്ല ഇന്നലെ ഫറൂഖിൽ ഞാൻ അത് പറഞ്ഞല്ലോ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവസാനം റസൂലുള്ളാഹിനെ പറ്റി വന്ന വാക്ക് റഹീം എന്നാ. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാ. അള്ളാഹിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട വാക്ക് റഹ്മാനുർ റഹീം എന്നാ. റസൂലുള്ളാഹിനെ പറ്റി അവസാനത്തെ വാക്ക് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പിന്നെ എങ്ങനെ കുട്ടികളെ നമ്മൾ തമ്മിൽ തെറ്റുക? പിന്നെ എങ്ങനെ നമ്മൾ തമ്മിൽ ശത്രുവാവുക? പിന്നെ നമ്മളെ മനസ്സെങ്ങനെ വരണ്ടുക? ആ മെസ്സേജ് കിട്ടി നമ്മളെ തടി എങ്ങനെ നാശാകുക? പക്ഷെ നമ്മൾ നന്നാക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കാം. 5 രാത്രി റമദാന്റെ പുറത്താണ്. ഞാൻ മൊത്തം ഒരു 15 രാത്രി ഞാൻ പറഞ്ഞുതരാം. ഒരു 15 രാത്രി ഒരാൾ പരിഗണിച്ചാൽ അയാൾക്ക് ഭയങ്കരം ആ കൊല്ലത്തെ റഹ്മത്ത് മുഴുവൻ ഉണ്ടാവും 15 രാത്രി പരിഗണിച്ചാൽ എന്ന് ഇമാം ഗസാലി അന്നൽ ലയാലിൽ മഖ്സൂസ ബിമസീദിൽ ഫദ്ലിൽ ലത്തി യതഅക്കദു ഫിഹാ ഇസ്തിഹ്ബാബുൽ ഇഹ്യാഇ ഫി സന 15 യംബഗി അല്ലാ യഗ്ഫല അൻഹാ. ഒരാളും അതിനെ തൊട്ട് അശ്രദ്ധനാകാൻ പാടില്ല. എന്തുകൊണ്ട്? ഫഇന്നമ മവാസിമുൽ ഖൈറാത്തി, അത് ഖൈറിൻ്റെ സീസണാണ്. മവാസിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈന സീസൺ. മനസ്സിലായില്ല? ഹിന്ദിയിൽ മോസം എന്നറിയും. മോസം അച്ഛനീ മോസം സീസൺ ശരിയില്ല. മനസ്സിലായില്ലേ? ഈ അറബി എന്നുള്ള വാക്കാം. മവാസിമുൽ ഖൈറാത്തി, ഈ 15 ഖൈറിൻ്റെ സീസണാണ്. 15 രാത്രി ഖൈറിൻ്റെ സീസണാണ് എന്ന്. സീസണിനെ കുറിച്ച് ഒരു കച്ചവടക്കാരൻ അശ്രദ്ധനായാൽ ലം യർബഹ്, അവന് കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. ശ്രേഷ്ഠമായ സമയം പരിഗണിക്കാത്തൊരു മുഅ്മിനായ മനുഷ്യൻ മുന്നോട്ട് പോയാൽ ലം യൻജഹ്, അവൻ ഒരിക്കലും ഈമാന്റെ കാര്യത്തിൽ വിജയിക്കാൻ രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ മൊത്തം ഒരു കൊല്ലത്തിൽ ഏറ്റവും പരിഗണിക്കേണ്ട രാത്രികൾ 15 ഫസിത്തത്തും മിൻ റമളാന, 6 രാത്രി റമളാൻ മാസത്തിലാ. 6 രാത്രി റമളാൻ മാസത്തിലാ. അത് അല്ലയാലിൽ ഔതാരി ഫി ആഖിരി റമളാൻ, റമളാനിലെ ഒറ്റയിട്ട അവസാനത്തെ രാത്രികൾ. അതായത് അത് 5 വരും. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. മനസ്സിലായില്ലേ കുട്ടികളെ? റമളാനിൽ മൊത്തം എത്ര എന്ന് പറഞ്ഞ 6, 5 17 രാവും. എന്തുകൊണ്ട്? പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം ഇഖ്റ ബിസ്മി ഇറങ്ങിയത് 17 രാത്രിയാണ്. ഇതാണ് പ്രധാന അഭിപ്രായം. 17 രാവ്. വഹിയ ലൈലത്തുൽ ഖദ്രി അൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, 17-ാം രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അഭിപ്രായമുണ്ട്. 17 മറ്റേ തള്ളണ്ട, ഇതും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഖുർആൻ യൗമുൽ ഫുർഖാൻ എന്നും സത്യവിവേചനം നടന്ന ദിവസം എന്നും യൗമൽ തഖൽ ജംആനി സത്യവാദികളും അസത്യവാദികളും ഏറ്റുമുട്ടിയ ദിവസം എന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ നേരെ തൊട്ട് പ്രഭാതത്തിലാണ്. ഏതിൻ്റെ? 17-ന്റെ. ബദരീങ്ങൾ ആണ്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ പറഞ്ഞത്? അതാണ് പറഞ്ഞത്. ഖൈറുകൊണ്ട് ബന്ധപ്പെടണം. ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യാന്നറിയോ? ഏറ്റവും ചുരുങ്ങിയത് പള്ളിയിൽ പിറ്റേന്ന് ബദരീങ്ങളാണ്, അതിനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാലും മതി. പള്ളി തന്നെ ഇരിക്കാന്നല്ല, ഒരു ഖൈറുകൊണ്ടല്ലാതെ ആ രാത്രി ബന്ധപ്പെടാൻ പാടില്ല. ഖൈറുകൊണ്ട് ബന്ധപ്പെടണം. ഖൈറുകൊണ്ട് ബന്ധപ്പെട്ടാലേ കുട്ടികളെ നടക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കല്യാണത്തിന് പോയി കള്ളുടിച്ച് കയറ്റി ചാടി മരിച്ച്, അല്ലാഹു മലക്കാക്കട്ടെ. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയാണ്. കല്യാണത്തലേന്നാണ് ഈ കള്ളുടിക്കും. കള്ളുടിച്ചിട്ട് പിന്നെ വരുമ്പോൾ കയറ്റി
അതിലൊക്കെ മരിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ മനുഷ്യന്മാരെ സർവ്വസാധാരണയായിട്ടുണ്ട്. വല്ല ആഖിബത്തുൽ മുത്തഖീൻ, നല്ല മനുഷ്യന്മാർക്ക് നല്ല മരണം ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അധികരിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു വരാം, ശ്രദ്ധിക്കുക. അപ്പം എന്ത് ചെയ്യുക ആ ദിവസങ്ങളിൽ? അപ്പം ആറ് രാത്രികൾ റമദാനിൽ പറഞ്ഞു. ഒന്ന് ഒറ്റയിട്ട അവസാനത്തെ 10 ഒറ്റയിട്ട 5 രാത്രികളും വലൈലത്തു 17 മിൻ റമദാന ഫഹിയ ലൈലത്തുൻ സ്വബിഹതഹ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ. സത്യാസത്യ വിവേചന നാളെന്നും സത്യവാദികളും കള്ളന്മാരും ഒരുമിച്ച് കണ്ടുമുട്ടിയ ദിവസം എന്നും ഖുർആനിൽ പറഞ്ഞ പ്രഭാതം അതിൻ്റെ നേരെ പിറ്റേ പ്രഭാതമാണല്ലോ എന്ന നിലക്ക്. അപ്പൊ ഏതും പരിഗണിക്കുക. 17. അപ്പൊ എത്രയായി റമദാനിൽ? 6. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫീഹി കാനത്ത് വഖഅത്ത് ബദരിൻ. ആ ദിവസമാണല്ലോ എന്ത് നടന്നത്? ബദർ നടന്നത്. വഖാല ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഹിയ ലൈലത്തുൽ ഖദ്രി. അതാണ് 17 രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അഭിപ്രായമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ആയിഷ ബീവി പോറ്റി വളർത്തിയ കുട്ടിയാണ്. അസ്മാ ബീവിയുടെ മോനാണ്. റസൂലുള്ളാഹിന്റെ വളർത്തുമോൻ എന്ന് പറയാവുന്ന മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് 17 രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ഇപ്പം എത്രനായി? 6. ഇനി കേട്ടോളൂ. അവ്വലു ലൈലത്തിൻ മിനൽ മുഹറം. മുഹറത്തിലെ ആദ്യത്തെ രാത്രി. മുഹറമിലെ അവ്വലു ലൈലത്തിൻ മിൻ മുഹറം. മുഹറത്തിലെ ആദ്യത്തെ രാത്രി അള്ളാഹിനോട് ഫളലിനെ തേടുക. ഈ കൊല്ലം മുഴുവൻ എനിക്ക് ഖൈർ തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക, തേടുക. ജനുവരിയുടെ തലേന്ന രാത്രി കള്ളുടിച്ച മുഹറത്തിലെ ആദ്യത്തെ രാത്രി അള്ളാഹിനോട് തേടുക. അവ്വലു ലൈലത്തിൻ മിൻ മുഹറം. മുഹറമിലെ ആദ്യത്തെ രാത്രി. വലൈലത്തു ആശുറാ. ആശുറാന്റെ രാത്രിയും. വഅവ്വലു ലൈലത്തിൻ മിൻ റജബ്. റജബിലെ ആദ്യത്തെ രാത്രിയും. എത്രയായി? 9 ആദ്യത്തെ രാത്രി. വലൈലത്തു 27 മിൻ റജബിൻ. റജബിലെ 27 രാത്രിയും. റജബ് 27 രാത്രിയും. റജബ് 27 രാത്രിയാണ് പിന്നെ ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരമുണ്ട്. അതായത് മനുഷ്യന്മാരെ ഉദ്ദേശം പൂർത്തിയാക്കാനുള്ള സുന്നത്ത് നിസ്കാരം 12 റക്അത്ത്. അതാണ് നമ്മൾ ഖുതുബിയത്തിലൊക്കെ ചെയ്യുന്ന ബഅദ സ്വലാത്തി ഇസ്നതൈ അശ്റാത മിൻ റക്അ മഅൽ ഫവാത്തിഹി വൽ ഇഖ്ലാസ് ബിൽ ഖളാ എന്ന് പറയുന്ന നിസ്കാരം. അത് ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം. ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് ഏറ്റവും സുന്നത്തുള്ള ദിവസം റജബ് 27. അന്നാണല്ലോ നിസ്കാരം എന്തായത്? ഫർളായത്. ആ രാത്രിയാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതാ ഭയങ്കരമാണ് ആ രാത്രി. ആ രാത്രി 12 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിലും ഫാത്തിഹ, ഓരോ റക്അത്തും ഫാത്തിഹയും സൂറത്തും. ഇഖ്ലാസ് നല്ലത്. ഏതെങ്കിലും സൂറത്ത് ഫാത്തിഹയും ഇഖ്ലാസും ഓരോ റക്അത്തിലും ഓതുക. പിന്നെ നിസ്കാരം 12 റക്അത്ത് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക? പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളത് 100 വട്ടം. പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 വട്ടം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 100 വട്ടം. പിന്നെ എന്ത് ദുആയും ചെയ്യുക, വലിയ ഉത്തരം കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ കൂട്ടത്തിൽ ഞാൻ ചിലപ്പം വിട്ടുപോകും എന്നതുകൊണ്ടാണ് ഇപ്പം തന്നെ സൂചിപ്പിച്ചത്. റജബ് 27 രാവ് ഈ കൂട്ടത്തിൽ ഹയാത്താക്കേണ്ട രാത്രിയാണ്. ആ രാത്രിയാണ് ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരത്തിന് ഏറ്റവും അഫ്ളൽ എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതായത് ഒരു കൊല്ലത്തിൽ എന്തെങ്കിലും ഉദ്ദേശം സാധിപ്പിക്കാനുണ്ടെങ്കിൽ 12 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ രാത്രി തേടുക. ഈ രണ്ട് റക്അത്തിൽ സലാം വിട്ടുക. 12 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 100, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100, സ്വലാത്ത് 100. പിന്നെ എന്ത് ദുആ ചെയ്യുക, കൂടുതൽ പണിയൊന്നുമില്ല. വലിയ സൂറത്ത് ഓതണ്ട. ഒരു ഫാത്തിഹ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഓരോ റക്അത്തിനും ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു അഹദ് ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഈ രണ്ട് സലാം വിട്ടുക. 12 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 100. പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100. പിന്നെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 100. ഇത് ചെല്ലുക. അതിനുശേഷം സുമ്മ യദ്ഉ ബിമാ ശാഅ മിൻ അംരി ദുനിയാഹു ആഖിറതിഹി. റസൂലുള്ളാഹി പറയാ സുമ്മ യദ്ഉ പിന്നെ ദുആ ഇറക്കുക ബിമാ ശാഅ തോന്നിയത് ദുആ ഇറക്കുക മിൻ അംരി ദുനിയാഹു ആഖിറതിഹി
ദുന്യാവിൻ്റെ വിഷയം ആഖിറത്തിൻ്റെ വിഷയം എന്തും ദ്വാരക്കാം. പക്ഷേ ഫയുസ്ബിഹു സായിമ, പിറ്റേന്ന് എന്തും ചെയ്യണം? നോമ്പ് നോൽക്കണം. പിറ്റേ നോമ്പ് നോൽക്കുക, പിറ്റേന്ന് നോമ്പ് നോൽക്കുക. എന്നാൽ ഭയങ്കര കൂലി കിട്ടും, വലിയ ഉദ്ദേശ സാഫല്യങ്ങൾ നേടിക്കിട്ടും. ആ രാത്രി അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് രണ്ടും റജബിലാണ്. ഇപ്പം ഈ അവ്വലൈലത്തി മിൻ റജബും റജബിലാണ്. പിന്നെ 27ൻ്റെ രാത്രി ഈ നിസ്കാരത്തോടു കൂടിയുള്ളതും റജബിൽ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. ഇപ്പം എത്ര രാത്രി കഴിഞ്ഞു? 10. ഇനി ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ 15 രാത്രി ബറാത്ത്. വലൈലത്തു അറഫ, വലൈലത്തു അറഫ, അറഫ രാത്രിയും 12. വലൈലത്തു ഈദുൽ ഫത്രി വലൈലത്തു ഈദുൽ അദ്ഹ 14. വകുല്ലു ലയാലിൽ ജുമുഅ 15. മനസ്സിലായില്ലേ? ഇനി ഹയാത്താക്കുന്നതിൽ പ്രധാനപ്പെട്ട ഷർത്ത് എന്താണെന്നറിയോ കുട്ടികളെ? ഹയാത്താക്കാൻ നേരം വെളുക്കോളം കണ്ണിൽ പിന്നെ എന്താ പറയുക, സോഡ കൊണ്ട് കണ്ണ് പിന്നെ ഈ ഡ്രൈവർമാർക്കുണ്ട് എന്ത് പിന്നെ ഉറക്കം വന്നാൽ സോഡ പൊട്ടിച്ചാണ് കണ്ണൊക്കെ ഒന്ന് ശരിയാക്കുക. അതല്ല ഇത് ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ അവ്വൽ ജമാഅത്തിൽ ഇശയും സുബഹി നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. അതിനെ ഹയാത്താക്കൽ തിരിഞ്ഞില്ല. പിന്നെ അതാണ് അതിൻ്റെ എന്ത് മെയിൻ സ്ട്രക്ചർ. ഇനി എന്തിനും കൂട്ടുക. അൽഹംദുലില്ലാഹ്. എന്താണ് പഠിച്ച തമ്പുരാനെ? ഒരു ചോറും ഒരു കറിയുമാണ് അതിൻ്റെ എന്ത് അടിസ്ഥാനം. ചോറിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ, ചോറിട്ടില്ല എന്ന് വെച്ചാൽ എന്താ? അതിൽ ചോറും ഒരു കറിയും കിട്ടലാണ്. പിന്നെ അതിൽ പപ്പടം ഉണ്ടായാൽ അൽഹംദുലില്ലാഹ്. പിന്നെ അതിൽ എരിശ്ശേരി പുളിശ്ശേരി ഉണ്ട് അൽഹംദുലില്ലാഹ്. മോര് കറി ഉണ്ട് അൽഹംദുലില്ലാഹ്. പിന്നെന്താ പറയുക, അച്ചാറ് ഉപ്പേരി അൽഹംദുലില്ലാഹ്. അതിനനുസരിച്ച് അൽഹംദുലില്ലാഹ്. പിന്നെ ഓംലെറ്റ് അൽഹംദുലില്ലാഹ്. പിന്നെന്താ പറയുക, രസം, മനസ്സിലായില്ല? ഇതൊക്കെ പായസം, ഇതൊക്കെ അൽഹംദുലില്ലാഹ്. പക്ഷെ മനസ്സിലായില്ല? അതിനനുസരിച്ച് അൽഹംദുലില്ലാഹ് കൂട്ടിക്കോ. പക്ഷെ അത് ഇതിലെ വാജിബാത്തിൽ പെടൂല, ഇല്ല എന്നതുപോലെ. അപ്പോൾ ഒരു രാത്രി ഹയാത്താക്ക എന്നാൽ എന്താണ്? രാത്രി ഹയാത്താക്ക എന്നാൽ എന്താണ്? ഇശ നിസ്കരിക്കുക, അവ്വൽ ജമാഅത്ത് നിസ്കരിക്കുക, ഇശയും സുബഹിയും ജമാഅത്തായി നിസ്കരിക്കുക. സാധ്യത ഉണ്ടെങ്കിൽ ഇശയും സുബഹിയും ജമാഅത്തായി നിസ്കരിക്കുക. പിന്നെ എന്തു ചെയ്യുക? സാധ്യത ഉണ്ടെങ്കിൽ കേട്ടാ, സാധ്യത ഇല്ലാത്ത അവസ്ഥ വരും. സാധ്യത ഇല്ലാത്ത അവസ്ഥയിൽ ഉദാഹരണം, ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, ഭർത്താവ് പള്ളിയിൽ പോയി, മനസ്സിലായില്ല? അതിന് ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതിയാവും. അവർക്ക് ഒറ്റക്ക് നിസ്കരിച്ചാലും ഉണ്ടാവും വിഷയം. നേരെ മറിച്ച് മക്കളുണ്ടെങ്കിൽ മക്കൾ കൂട്ടി എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ചിലപ്പോൾ ഒരു പുരയിൽ എന്തുണ്ടാവും, ചില പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള വിഷയം വന്നാൽ അപ്പോൾ അതും മുടങ്ങും. അതിനൊന്നും വിഷയമല്ല, ആഗ്രഹം ഉണ്ടായാൽ മതി. അപ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ ജമാഅത്തിലായി അവ്വൽ ജമാഅത്ത് നിസ്കരിക്കുക, ഒന്ന്. പിന്നെ എന്ത് ചെയ്യുക? രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക. ഇതന്നെയാണ് എന്ത്? യഹ്യാ. അതില്ലാത്ത യഹ്യാവിന് അർത്ഥമില്ല. തിരിഞ്ഞില്ല. എരിശ്ശേരി പുളിശ്ശേരി, പിന്നെ പപ്പടം പൊരിച്ചത്, മീൻ പൊരിച്ചത്, ഓംലറ്റ്, ഇതൊക്കെ കൂട്ടി ചോറ് കൊടുത്തില്ല. ചോറാവോ? എന്ത് പറയാ കുട്ടി? ലഞ്ച് അതിന് പറയോ? പറ ചങ്ങാതി, അതിന് ലഞ്ച് എന്നറിയോ? എരിശ്ശേരില്ലേ? ഉണ്ട്. പുളിശ്ശേരില്ലേ? ഉണ്ട്. പപ്പടം പൊരിച്ചല്ലേ? ഉണ്ട്. മീൻ പൊരിച്ചല്ലേ? എല്ലാം ഉണ്ട്, ഒക്കെ ഉണ്ട്, ഉഷാറാണ്. എന്തും കൂടി വേണ്ടിയിരുന്നു? ചോറ് വേണ്ടിയിരുന്നു. ചോറുണ്ടായില്ല. ഒക്കെ ഉണ്ട്, ചോറില്ല. ചോറില്ലാത്ത കൂട്ടം ആർക്കാണ് വേണ്ടത്? മനുഷ്യരെ കളിയാക്കാം. നേരെ മറിച്ച് ഇതൊന്നും ഉണ്ടായില്ല. ചോറുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഉണ്ടാ അല്ലേ? കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒരു ചീനാപ്പുറങ്ങി മുളകുണ്ടെങ്കിൽ ചോറുണ്ട്. ഇതൊന്നും ഉണ്ട് എൻ്റെ ആവശ്യമില്ല അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ എന്നതുപോലെ രാത്രി ഹയാത്താക്കലിന്റെ അടിസ്ഥാനം ഇതാണ്. എന്ത്? അവ്വൽ ജമാഅത്തിൽ ഇശായിനെയും സുബഹിയെയും നിസ്കരിക്കുക, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുക. ഇനി എത്ര ഹയാത്താക്കുക അത്രയും നല്ലതാണ്. എത്ര കൂട്ടി അതിന് കൂലി കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ഇതാ, ഇതില്ലാതെ വരാൻ രാത്രി ഹയാത്താക്കുന്നതിന് അർത്ഥമില്ല. 15 രാത്രികളെ ഹയാത്താക്കുക.